സഖാവ് ബാലനെ പോലുള്ള ആളുകൾ കേരളത്തിലെ അഭിനവ ഗീബൽസ് ആകരുത് എന്നാണ് ഞാൻ പറയുന്നത്. ആ മാറാട് കേരളത്തിൽ BJP പോലും രാഷ്ട്രീയ ആയുധമാക്കാത്ത ഒരു സാഹചര്യത്തിൽ CPM മാറാടിനെ രാഷ്ട്രീയ ആയുധമാക്കുന്നു. കഴിഞ്ഞ മാസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമി കരകളാന്റെ വർഗീയവാദികളെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം മുൻമന്ത്രി AK ബാലൻ പറഞ്ഞു UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അവിടെ ഈ ആഭ്യന്തര കൈകാര്യം ചെയ്ത ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും. അങ്ങനെ ഒരു പ്രസ്താവന എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? അതിനകത്ത് ഈ അഡോൾഫ് ഹിറ്റ്ലറെ, നാസി ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലറെ അദ്ദേഹത്തിൻ്റെ വംശഹത്യക്ക് മണ്ണൊരുക്കിയത് കളവ് പറഞ്ഞ് കളമൊരുക്കിയ ഗീബൽസാണ്. സഖാവ് ബാലനെ പോലുള്ള ആളുകൾ കേരളത്തിലെ അഭിനവ ഗീബൽസ് ആകരുത് എന്നാണ് ഞാൻ പറയുന്നത്. അതാണിപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, മാറാട് എന്ന് പറയുന്നത് മലയാളി മറക്കാൻ ആഗ്രഹിച്ച കറുത്ത അധ്യായമാണ്. മാറാട് എന്ന് പറയുന്നത് കേരളത്തിന് ഏറ്റവും മുറിവാണ്. ആ മാറാട് കേരളത്തിൽ BJP പോലും രാഷ്ട്രീയ ആയുധമാക്കാത്ത ഒരു സാഹചര്യത്തിൽ CPM മാറാടിനെ രാഷ്ട്രീയ ആയുധമാക്കുന്നു. ആ പഴയ മുറിവിൽ വീണ്ടും മുളക് തേക്കുന്നു എന്ന് പറയുന്നത് അത്യന്തം അപകടവും ക്രൂരവുമായ ചെയ്തി CPMൻ്റെ ഭാഗത്ത് നിന്ന് സമുന്നതനായ ഒരു നേതാവ് നിർവഹിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുക, അദ്ദേഹം മലയാളികളോട് മാപ്പ് പറയണം, പാലക്കാടുള്ള ജനങ്ങളോട് മാപ്പ് പറയണം. അദ്ദേഹം പാലക്കാട്ടുകാരനും കൂടിയാണ്. മാത്രമല്ല, അദ്ദേഹം എന്താ പറഞ്ഞത്, 2 കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. പാലക്കാട് ഇൻ്റലിജൻസ് വൃത്തം, അദ്ദേഹത്തിന് എങ്ങനെയാണ് വിവരം കിട്ടുന്നത് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഭരണം അവരുടെ കയ്യിലല്ലേ, അതിൻ്റെ തെളിവ് അദ്ദേഹം പറയണ്ടേ. പാലക്കാട് ചെയ്ത കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൗഹൃദവേദി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അത്യന്തം അപകടകരമായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളിയെ പുറത്ത് നിർത്തിയിട്ടും അകത്ത് AK ബാലൻ അകത്ത് നിർത്തിയിട്ടും വർഗീയ വിഷം ചീറ്റുന്ന ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നത് പ്രബുദ്ധ കേരളം വളരെ വകതിരിവോടുകൂടി വിവേകത്തോടുകൂടി തിരിച്ചറിയും എന്ന് മനസ്സിലാക്കാൻ സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ, വിവേകമുള്ള ആരും ആ പ്രസ്ഥാനത്തിൽ ഇനിയും ഇല്ലേ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് കേരളത്തിന് ദോഷമേ വരുത്തൂ. ജമാഅത്തെ ഇസ്ലാമിയെ CPM എത്ര വേണേലും വിമർശിച്ചോട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷേ കേരളത്തിൽ വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്ന മാറാട് പോലുള്ള കേരളവും മലയാളിയും മറന്ന അപകടകരമായ ദുരന്തം എന്ന് നമ്മൾ വിലയിരുത്തിയ സംഭവത്തെ വീണ്ടും മലയാളി മനസ്സിലേക്ക് കൊണ്ടുവന്ന്